പ്രശ്നമായിരുന്നു. കാരണം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അത് നമ്മുടെ കുടുംബത്തിലില്ല. ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. നിയോഗത്തിൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അമ്മയോടും അപ്പനോടും അതീവമായി പ്രാർത്ഥിച്ചു. ജർമ്മൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വർഷത്തെ കോഴ്സാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് എന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് സ്റ്റൈഫൻഡോട് കൂടിയാണ് പഠിക്കുന്നത്. അവിടെ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫീസ് അങ്ങോട്ട് കൊടുക്കേണ്ട, അവർ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് തന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ പോലെ പഠിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. പിന്നെ വീട്ടിൽ കടബാധ്യതകളുണ്ട്, ഇതെല്ലാം മാറ്റണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. ഉടമ്പടി എടുത്തു, അത്രയേ ഉള്ളൂ. ബൈബിൾ വായിക്കണം, എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം, എല്ലാം. എന്നിട്ട് അമ്മയോട് കാര്യം പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. കുറേ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, മെയിനായിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്ന്. +2 കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല. +2 കഴിഞ്ഞ് എന്താ വീട്ടിൽ നിൽക്കുന്നത്, തോച്ചോ കൂട്ടുകാരുടെ കളിയാക്കൽ, തോച്ചോ ഇത് തന്നെ മെയിൻ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് പാസ്സാക്കി കിട്ടുമ്പോൾ ഞാൻ പഠിക്കാൻ പോകും. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. വയ്യായിരുന്നു, പനി, ശ്വാസം മുട്ടുമായിരുന്നു. പകുതിയിലൊക്കെ വെച്ച് അത്തുങ്കൽ പള്ളിയിലേക്ക് ആംബുലൻസിൽ കയറി പോകാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ടും പോയില്ല. കുറേ നേരം റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോഴ് സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് വഴി, സിന്ധു ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നോർക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഫീസ് വളരെ കുറവാണ്. അവിടെ BPL കാർഡുകാർക്ക് A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഫീസ് കൊടുക്കണ്ട. ജപമാല റാലി കഴിഞ്ഞ് വന്ന് 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളതെല്ലാം ആയി. അങ്ങനെ സിന്ധു ആൻറ്റി അവിടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു, രജിസ്റ്റർ ചെയ്തത് പോരാ, അവിടെ പോയി പ്രാർത്ഥിക്കണം, ഉപ്പിട്ട് പ്രാർത്ഥിക്കണം. ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു 2 മാസം ലേറ്റാവും, 2 മാസം കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 2 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് കോൾ വരുന്നു. നോർക്കയിൽ നിന്നാണ്, നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാണ്, മകൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഉച്ചക്കത്തെ ബാച്ചാണെന്നും പറഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തെ ബാച്ചെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ട്രാവൽ ചെയ്ത് വീടെത്തുമ്പോൾ 7-7:30 സംതിങ് ആവും. അപ്പോൾ അമ്മ, ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു വിഷമമായി. അങ്ങനെ ഉടനെ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, അമ്മ മാതാവും യേശുവും തന്ന അനുഗ്രഹം ഒരിക്കലും നിരസിക്കാത്തത്, പോയി പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ ക്ലാസ്സിന് പോയി. അപ്പോൾ അടുത്തത് ഫോൺ, ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഫോൺ എന്തായാലും വേണം, ഫോണില്ലാതെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അമ്മ മാതാവ് എല്ലാത്തിനും ഒരാളെ